ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആനുവൽ എക്സാമിനേഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വിത്ത് ആൻസർ കീ. അപ്പോൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉൾപ്പെടുന്ന ക്ലാസ് ആണിത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. സോഷ്യൽ സയൻസിൻ്റെ ജോഗ്രഫിയും ഹിസ്റ്ററിയും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസും അതിനുശേഷം ആൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുമിച്ച് തന്നെയാണ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടുപിടിക്കുക, ശേഷം ആൻസർ ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ഒരുമിച്ച് ക്വസ്റ്റ്യനും ആൻസറും വരും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയുന്നില്ല, അത് നിങ്ങൾക്ക് പുതിയതായി തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എന്തിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാന നിമിഷത്തിലൊരു റിവിഷൻ, അതുപോലെ തന്നെ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ അതൊന്ന് വീണ്ടും പഠിക്കാനുള്ളൊരു അവസരം, ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എക്സാമിന്. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നോക്കിയാലോ. ആദ്യ ചോദ്യം, ഹൂ വാസ് ദ എപ്പിഗ്രാഫിസ്റ്റ് ഹൂ ഫസ്റ്റ് റീഡ് ദ അശോകൻ ഇൻസ്ക്രിപ്ഷൻ ഇൻ 1838? 1838 അശോകന്റെ ശിലാശാസനങ്ങൾ ആദ്യമായിട്ട് റീഡ് ചെയ്ത എപ്പിഗ്രാഫിസ്റ്റ് ആരായിരുന്നു എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്: ജെയിംസ് പ്രിൻസപ്പ്, അശോക, മൗര്യ, ദേവനാംപ്രിയ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഉത്തരം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ജെയിംസ് പ്രിൻസപ്പ് തന്നെയാണ് ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്? ഓപ്ഷൻ സി, മോർ വർക്കേഴ്സ് ദാൻ നീഡഡ് വിതൗട്ട് ഇൻക്രീസ്ഡ് ഔട്ട്പുട്ട് ആണ് ഉത്തരം. അടുത്തത്, വിച്ച് സ്ക്രിപ്റ്റ് ഇസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ മോഡേൺ ഇന്ത്യ ആൻഡ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ബ്രാഹ്മി സ്ക്രിപ്റ്റ്? ആൻസർ ഓപ്ഷൻ സി, തമിഴാണ്. അടുത്ത ചോദ്യം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഇസ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആർ കോൾഡ് ഡാഷ്? ആൻസർ ഓപ്ഷൻ ഡി, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അടുത്തത്, മാച്ച് ദി ഫോളോയിങ് ആണ്. നമുക്ക് ടൂൾസ് വിത്ത് ദെയർ റെസ്പെക്റ്റീവ് ഏജസ് മാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായി നോക്കിക്കോളൂ. ABCD, അപ്പുറത്ത് 1 2 3 4 ഒരു ഏജസ് ആണ്. പാലിയോളജിക്, നിയോളജിക്, മീസോളജിക് ആൻഡ് ബ്രോൺസ് ഏജ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് മാച്ച് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. മൈക്രോലിത്സ് മീസോളിതിക് ഏജ് ആണ്. പോളിഷ്ഡ് ടൂൾസ് നിയോളജിക് ഏജ്. നെക്സ്റ്റ് ചോപ്പർ പാലിയോളജിക് ഏജ് ആണ്. ചോപ്പർ അല്ല, കോപ്പർ ആണ്. CH അല്ല കേട്ടോ. ബ്രോൺസ് ഏജ് കേട്ടോ. കോപ്പർ ആണ് പാലിയോളജിക് ഏജ്. അടുത്തത് മാച്ച് ദി ഫോളോയിങ് തന്നെയാണ്. പാസസ്, ചുരങ്ങളാണ് കേട്ടോ. അതും അതിൻ്റെ ലൊക്കേഷനുമാണ്. നമുക്ക് ബനിഹാൽ, ബാരാലാഷ്ല, റോഹ്താങ്, നദുല ചുരങ്ങൾ തന്നിട്ടുണ്ട്. ലൊക്കേഷൻ നമുക്ക് എഴുതാക്കണം. ആൻസർ നോക്കാം. ബനിഹാൽ ആണെങ്കിൽ കണക്ട്സ് ജമ്മു വിത്ത് കാശ്മീർ വാലി. ബാരാലാഷ്ല കണക്ട്സ് ഹിമാചൽ പ്രദേശ് വിത്ത് ലഡാക്ക്. റോഹ്താങ് കണക്ട്സ് കുളു വാലി വിത്ത് ലാഹുൽ ആൻഡ് സ്പിതി വാലീസ്. നാദുല പാസ് ലൊക്കേറ്റഡ് അലോങ് ദ ഇന്ത്യ-ചൈന ബോർഡർ. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ബാർട്ടർ സിസ്റ്റം, വെൻ വാസ് ഇറ്റ് പ്രാക്ടീസ്ഡ്? എന്താണ് ബാർട്ടർ സിസ്റ്റം എന്നുള്ളതാണ് ഉത്തരം. എ സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് വെർ ഗൂഡ്സ് ആൻഡ് സർവീസസ് ആർ ട്രേഡഡ് ഡയറക്ട്ലി ഫോർ അതർ ഗൂഡ്സ് ആൻഡ് സർവീസസ്. ഒരു സാധനം കൊടുത്ത് വേറൊരു സാധനം വാങ്ങുക അല്ലെ. നമ്മുടെ കയ്യിൽ ഏത് സാധനമാണ് ഉള്ളത് അത് കൊടുക്കുക, നമ്മൾക്ക് ആവശ്യമുള്ള സാധനം മറ്റൊരാളിൽ നിന്ന് വാങ്ങിക്കുക. ഇതാണ് ബാർട്ടർ സിസ്റ്റം. ഇറ്റ് എക്സിസ്റ്റഡ് ബിഫോർ ദി ഇൻവെൻഷൻ ഓഫ് മണി. രൂപയുടെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ഇതായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു മെത്തേഡ് കേട്ടോ. അടുത്ത ചോദ്യം, വാട്ട് ആർ സ്തൂപാസ് ആണ് ഉത്തരം. Stupas are building built on sites where the physical remains of the Buddha or objects used by the Buddha were buried. What is human capital? The economic value of human resources including knowledge, skills and health. It is formed through education, training and healthcare. അടുത്ത ചോദ്യം, ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറലിസം ആസ് ഔട്ട്ലൈൻ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ഫെഡറലിസത്തിനെ കുറിച്ച് പറയേണ്ട എന്താണതെന്നാണ്. ഫെഡറലിസം ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റെഫേഴ്സ് ടു ദ ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. വൈൽ ദ സെൻട്രൽ ഗവൺമെന്റ് ഹാസ് സർട്ടൻ സ്പെഷ്യൽ പവേഴ്സ് ആൻഡ് ദ സ്റ്റേറ്റ്സ് ഓൾസോ ഹാവ് ഓട്ടോണമി ഇൻ സ്പെസിഫിക് ഏരിയാസ്. This system aims to maintain a balance between a strong central authority and a regional autonomy. അടുത്ത ചോദ്യം, ഓൺ ദ ഗിവൺ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ മാർക്ക് ദ ഫോളോയിങ് പ്ലേസസ്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു മാപ്പിന്റെ ചോദ്യം ഉണ്ടായിരിക്കും. നമുക്കിവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. അതിൽ നാഗ ഹിൽസ്, ഹിമാദ്രി, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, അപ്പർ ഗംഗ പ്ലെയിൻ എന്നിവ മാർക്ക് ചെയ്യണം. അപ്പം നമുക്ക് നോക്കാം. കണ്ടല്ലോ, ഇതിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നാഗ ഹിൽസ് ആണ്. ഇവിടെ ആയിട്ട് വരും നാഗ ഹിൽസ്.
ബി ഹിമാദ്രി ആണ്, ഇവിടെ ആയിട്ട് വരും ഹിമാദ്രി. സി എന്താണ്, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ആണ്. ഡി അപ്പർ ഗംഗ പ്ലെയിൻ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു മാപ്പ് ചോദ്യം പ്രതീക്ഷിക്കാം, മാക്സിമം നോക്കിയിട്ട് പോവുക. നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ചോദ്യം, ഹൗ ഡസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ എ ബാലൻസ് ഓഫ് പവർ എമംഗ് ദ 3 branches of government? Answer, the Indian constitution ensures a balance of power among the 3 branches of government by clearly defining their roles and responsibilities through mechanisms like judicial review, budget approval and impeachment. Each branch can check the powers of the others, preventing any one branch from becoming too dominant. അടുത്ത ചോദ്യം വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 13, ഹൗ ഹ്യൂമൻ റിസോഴ്സ് പ്രൊഡക്ടിവിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ് എന്നാണ്. നമുക്ക് 3 എണ്ണം, ഇനി 3 ആണ്. Providing better health facilities to ensure a healthy workforce, enabling large-scale investment in education to improve skills, emphasizing skill development through job training programs, creating an employee-friendly work environment to enhance efficiency. ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി, ഞാനിവിടെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇൻ ദ ഇന്ത്യൻ ഗവർണൻസ് സിസ്റ്റം. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിനെ കുറിച്ചാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് ആർ ഗൈഡ്ലൈൻസ് ഫോർ ദ ഗവൺമെന്റ് ടു പ്രൊമോട്ട് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ വൈൽ നോട്ട് എൻഫോഴ്സിബിൾ ബൈ കോർട്സ്. ദേ ആർ ഫണ്ടമെന്റൽ ഇൻ ഗവർണൻസ് ആൻഡ് എയിം ടു ക്രിയേറ്റ് എ ജസ്റ്റ് സൊസൈറ്റി. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഒരിക്കലും എന്തല്ല, അത് നമുക്ക് ഒരിക്കലും എൻഫോഴ്സിബിൾ ബൈ കോർട്സ് അല്ല. നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് കോടതിയിൽ പോയി നമുക്ക് കിട്ടില്ല. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലെ അല്ല ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, അത് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, വാട്ട് ഇസ് എ ഡോബ് ആൻഡ് ഹൗ ഇസ് ഇറ്റ് സിഗ്നിഫിക്കൻറ്റ് ഇൻ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ? എന്താണ് ഡോബ് എന്നാണ്. എ ഡോബ് ഇസ് എ ട്രാക്ട് ഓഫ് ലാൻഡ് ലൈങ് ബിറ്റ്വീൻ 2 converging rivers. In the Punjab Haryana plain, the region is divided into 5 major dobs, which are significant for their fertile land formed by rivering deposits, and these dobs support intensive agriculture and are vital for the region's agrarian economy. 16ാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ റീജിയണൽ ഡിവിഷൻസ് ഓഫ് ദ ഹിമാലയാസ് ബേസ്ഡ് ഓൺ ക്രോസ് കട്ടിംഗ് റിവേഴ്സ്. അപ്പോൾ നമ്മളിത് വേഗം പറഞ്ഞു പോവുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരാൻ സാധ്യത അതാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഉത്തരങ്ങളും പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. എന്തുകൊണ്ട് ഇത്ര സ്പീഡിൽ പറയുന്നു എന്നൊന്നും ആരും വന്ന് കമൻറ്റ് ചെയ്യരുത്, നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്ത ഉത്തരം, ദ റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ് ആർ ബേസ്ഡ് ഓൺ ദ റിവേഴ്സ് ദറ്റ് കട്ട് അക്രോസ് ദം. നമുക്ക് വെസ്റ്റേൺ ഹിമാലയാസ് ഉണ്ട്, സെൻട്രൽ ഹിമാലയാസ് ഉണ്ട്, ഈസ്റ്റേൺ ഹിമാലയാസ് ഉണ്ട്. വെസ്റ്റേൺ ഹിമാലയ എന്ന് പറയുന്നത് എക്സ്റ്റെൻസ് ഫ്രം ദ ഇൻഡസ് റിവർ ടു കാളി റിവർ ആണ്. ഇൻഡസ് ടു കാളി. സെൻട്രൽ ഹിമാലയ ആണെങ്കിൽ കാളി റിവർ ടു ടീസ്റ്റ റിവർ ആണ്. ഈസ്റ്റേൺ ഹിമാലയ ആണെങ്കിൽ ടീസ്റ്റ റിവർ ടു ബ്രഹ്മപുത്ര റിവർ ആണ്. നെക്സ്റ്റ് വരുന്നത് 17ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. എഡ്യൂക്കേഷൻ, ഇംപ്രൂവ് സ്കിൽസ് ആൻഡ് നോളേജ്, കോൺട്രിബ്യൂട്ടിംഗ് ടു എക്കണോമിക് ഗ്രോത്ത്. ഹെൽത്ത് കെയർ, എൻഷൂർസ് എ ഹെൽത്തി വർക്ക് ഫോഴ്സ്, increases productivity. Job training, enhances specific skills required for various professions. Access to information, facilitates awareness about opportunities and services, aiding in personal and professional growth. 18ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ മെയിൻ ഐഡിയാസ് ഓഫ് അശോകാസ് ധാമ. അശോകന്റെ ധർമ്മത്തിനെ കുറിച്ചിട്ടാണ്. ബി ടോളറൻറ്റ് ഓഫ് അതർ റിലീജിയൻസ്, റെസ്പെക്ട് എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, ബി കൈൻഡ് ടു സ്ലേവ്സ് ആൻഡ് ദ സിക്ക്. 19, വാട്ട് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ താർ ഡെസേർട്ട് വിത്തിൻ ദ രാജസ്ഥാൻ പ്ലെയിൻ. ഇപ്പോൾ രാജസ്ഥാൻ സമതലത്തിലുള്ള താർ മരുഭൂമിൻ്റെ സവിശേഷതയാണ് ചോദ്യം. Thar desert located in the Rajasthan plain is divided into 2 regions. The actual desert area called Marustali and the semi-arid plain known as Rajasthan Bagar. There are numerous salt lakes including Sampar, Didwana and Sargol, and the region has a non-perennial river, the Luni. അടുത്തത്, ഹൗ ഡസ് എ ബിൽ ബിക്കം എ ലോ ആണ്. ഒരു ബില്ല് നിയമമാകുന്നത് എങ്ങനെയെന്നുള്ളത് മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ് ആണ്. ഫസ്റ്റ് റീഡിങ്ങിൽ എനി ബിൽ അതർ ദാൻ എ മണി ബിൽ, അതായത് മണി ബിൽ ഒഴികെയുള്ള ഏത് ബില്ലാണെങ്കിലും ഈസ് പ്രസൻറ്റഡ് എയ്തർ ദ ഹൗസ് ബൈ എ മിനിസ്റ്റർ ഓർ എ പ്രൈവറ്റ് മെമ്പർ. ഒരു മിനിസ്റ്റർക്കോ ഒരു പ്രൈവറ്റ് മെമ്പറിനോ രാജ്യസഭയിലോ ലോകസഭയിലോ എവിടെയാണെങ്കിലും അവതരിപ്പിക്കുന്നു. സെക്കൻഡ് റീഡിങ്ങിൽ അറ്റ് ദിസ് സ്റ്റേജ് ദ ബിൽ ഇസ് എയ്തർ സെൻഡ് ടു എ കമ്മിറ്റി ഫോർ എക്സാമിനേഷൻ ഓർ ഡിബേറ്റഡ് വിത്തിൻ ദ ഹൗസ് ഇറ്റ് സെൽഫ്. എന്നിട്ട് ഫർദർ എന്താണ്, ആ ബില്ല് എന്ത് ചെയ്യുന്നു, ഒരു കമ്മിറ്റിക്ക് അയക്കും, അല്ലെങ്കിൽ ആ ഹൗസിൽ തന്നെ അത് ഡിസ്കസ് ചെയ്യും.
അതിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അമെൻഡ് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേജിലാണ് അത് പരിഗണിക്കുക. തേർഡ് റീഡിംഗിൽ അറ്റ് ദിസ് സ്റ്റേജ് ദ ഹൗസ് അപ്രൂവ്സ് ഓർ റിജക്ട്സ് ദ ബിൽ. ലോവർ ഹൗസും അപ്പർ ഹൗസും ആണ് രാജ്യസഭ ലോക്സഭ. ഒന്നില്ലെങ്കിൽ ഇവർ ഇതിനെ അക്സെപ്റ്റ് ചെയ്യും, അപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ ഇത് റിജക്ട് ചെയ്യും, തള്ളിപ്പോവും. വൺസ് ദ ബിൽ കംപ്ലീറ്റ്സ് ഓൾ സ്റ്റേജസ് ഇൻ ദ ഹൗസ് വെർ ഇറ്റ് വാസ് ഇനീഷ്യലി ഇൻട്രൊഡ്യൂസ്ഡ് ദ സെയിം പ്രോസസ് റിപ്പീറ്റഡ് ഇൻ ദ സെക്കൻഡ് ഹൗസ്. അപ്പോൾ ഇപ്പോൾ രാജ്യസഭയിലാണ് ഒരു ബില്ല് അവതരിപ്പിച്ചെന്നിരിക്കട്ടെ, രാജ്യസഭ ഇതെല്ലാം ഈ സ്റ്റേജസിലൂടെയൊക്കെ പോയി ഇത് പാസ്സാക്കിയിട്ട് ഇത് ലോകസഭയ്ക്ക് അയക്കും. സെക്കൻഡ് ഹൗസും കൂടി ഇത് പാസ്സാക്കണം. അങ്ങനെ ബോത്ത് ഹൗസസ് എഗ്രി ഓൺ ദ ഫൈനൽ വേർഷൻ ഓഫ് ദ ബിൽ. ഇറ്റ് ഇസ് ദെൻ സബ്മിറ്റഡ് ടു ദ പ്രസിഡന്റ് ഫോർ അസെന്റ്. രണ്ട് രാജ്യസഭയും ലോകസഭയും ഇത് പാസ്സാക്കിയാൽ പ്രസിഡന്റിന്റെ അനുമതിക്ക് വേണ്ടിയിട്ട് പ്രസിഡന്റ് സൈൻ ചെയ്താൽ മാത്രമേ ഏതൊരു ബില്ലും നിയമമായി മാറുള്ളൂ. ഓക്കെ, എന്നിട്ട് അദ്ദേഹത്തിന്റെ അനുമതിക്ക് വേണ്ടി അയക്കും. വൺസ് ദ പ്രസിഡന്റ് ഗിവ്സ് അസെന്റ്, ഒരിക്കൽ പ്രസിഡന്റ് ആ ഒരു സൈൻ ചെയ്ത അനുമതി നൽകിയാൽ മാത്രമേ ഒരു ബില്ല് നിയമമായി മാറുള്ളൂ. ഓക്കെ, ഇത് ഉറപ്പായും മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. 21ാമത്തെ ചോദ്യം, ദ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ദാറ്റ് പ്രിവൈൽ ഇൻ ഏതൻസ് 2500 years ago resembled modern democracy. Elucidate ആണ്. സോ this was different from the system of governance in other city-states. All males over the age of 30 except slaves were considered citizens, and these citizens formed a committee and met 4 times a year to make decisions on important matters. Women, artisans and the foreigners who worked as traders were not considered as citizens. Identify and explain the natural vegetation found in North Indian plain. ഇത് ഞാൻ വായിക്കുന്നില്ല, ബിക്കോസ് ഇത് അത്രയും ലെങ്തി ആണ്. നിങ്ങൾ ഈ ആൻസർ നോക്കുക. ഞാൻ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് പറയുക. നാച്ചുറൽ വെജിറ്റേഷൻ, നോർത്ത് ഇന്ത്യൻ സമതലങ്ങളിലുള്ള നാച്ചുറൽ വെജിറ്റേഷനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായി തന്നെ പഠിച്ചിട്ട് പോവുക. ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ആൻസറിൽ ഉൾപ്പെടുത്തണം. ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റിനെ കുറിച്ച് ഉൾപ്പെടുത്തണം. സ്വാമ്പ് ഫോറസ്റ്റിനെ കുറിച്ചും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. നന്നായി വായിച്ചു നോക്കിക്കൊള്ളുക. നിങ്ങളിത് പഠിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടെങ്കിലും എക്സാമിന് പോകാൻ വേണ്ടി ശ്രമിക്കണം. ഇതിൽ നിന്നൊക്കെ ഏതെങ്കിലും ചോദ്യങ്ങൾ ഉറപ്പാണ്. അടുത്തത്, ലിസ്റ്റ് ഡൗൺ എനി 4 pieces of information that can be gathered on human life from the tools and art of the Paleolithic age. Paleolithic age നെ കുറിച്ചാണ്. Used rough stone tools, lived in caves and open spaces, hunting and gathering were the means of livelihood, bands were the basic units of society, men were engaged in hunting and women in gathering, food was not stored, nomadic life prevailed. അടുത്തത്, എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് കെയർ ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിലെ ഹെൽത്ത് കെയർ ഇമ്പോർട്ടൻസ് എങ്ങനെയാണെന്നുള്ളതാണ്. ഇത് നിങ്ങൾ വായിക്കുക. ഇത് കുറച്ച് ലെങ്തി ആണ്, ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. 25th question, explain the agricultural significance of North Indian plain and its contribution to India's economy. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിനെ കുറിച്ചുള്ള ചോദ്യം മോസ്റ്റ്ലി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതെന്തായാലും നോക്കുക. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത് വളരെ ഫെർട്ടൈൽ ആണ്. അലുവിയൽ സോയിൽ, അലുവിയൽ ഡിപ്പോസിറ്റുകളുടെ ഏരിയ ആണ്. അതുപോലെ തന്നെ പെരിനിയൽ റിവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അവിടെ കൾട്ടിവേഷൻ, വീറ്റും റൈസും ജൂട്ടും ഷുഗർ കെയിനും ഒക്കെ അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറിഗേഷൻ ഫെസിലിറ്റിയും അവിടെ അവൈലബിൾ ആണ്. സോ അതൊക്കെ കൊണ്ടാണ്. ഇതൊന്ന് വായിക്കുക നിങ്ങൾ എന്തായാലും. 26ാമത്തെ ചോദ്യം, റൈറ്റ് എനി 4 മെയിൻ ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ് ആണ്. പാർലമെന്റിന്റെ 4 functions: law making, act as a custodian of the public treasury, participate in the presidential and vice presidential elections, to control the executive, act as a judicial authority in the impeachment, consider and give assent to the constitutional amendment. Okay, അപ്പോൾ പാർലമെന്റിന്റെ ഫങ്ഷൻസ് ആണ് നമ്മളിപ്പോൾ വായിച്ചത്. അടുത്തത്, ഡിസ്കസ് ദ മേജർ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ ബേസ്ഡ് ഓൺ ടോപ്പോഗ്രഫി. ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് എന്തായാലും പഠിച്ചിട്ട് പോവുക. മസ്റ്റായിട്ട് പോയിന്റ്സും ഓർമ്മ വെക്കണം. എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ആയിരിക്കും ചോദിക്കുക. നമുക്ക് അങ്ങനെ ഒരു ലെങ്തി ആയിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആവണമെന്നില്ല. ചിലപ്പോൾ ഒരു 2 marks അല്ലെങ്കിൽ 3 marksനൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക. ഇവിടെ നോർത്തേൺ മൗണ്ടൈൻ റീജിയൻസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കാരക്കോറം, ഹിമാദ്രി, ഹിമാചൽ, ശിവാലികിനെ കുറിച്ച്. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിനെ കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലുള്ള ഗംഗ, യമുന, ബ്രഹ്മപുത്ര നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ഡിപ്പോസിഷനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ കൾട്ടിവേഷൻ, അഗ്രികൾച്ചർ ഏറ്റവും കൂടുതലാണ്. ബിക്കോസ് അവിടെ നല്ല റിച്ച് സോയിലാണ്, ഫേവറബിൾ ക്ലൈമറ്റ് ആണ്. അതുപോലെ തന്നെ
പെനിൻസുലർ പ്ലാറ്റ്യൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്ലാറ്റ്യൂസ് ഡെക്കാൻ പ്ലാറ്റ്യൂ, ചോട്ടാ നാഗ്പൂർ ആൻഡ് മാൾവ പ്ലാറ്റ്യൂസ് പീഠഭൂമികളാണ് കേട്ടോ മലയാളത്തിൽ ഇവരെ പറയുക. അതേപോലെ ഇന്ത്യൻ ഡെസേർട്ട്, ഇന്ത്യൻ മരുഭൂമികളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം രാജസ്ഥാനിലെ താർ മരുഭൂമി. അതേപോലെ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. തീരപ്രദേശങ്ങളും അതുപോലെ തന്നെ ഐലൻഡുകളെയും കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് 2 ഐലൻഡുകളാണ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്, ബേ ഓഫ് ബംഗാൾ, ആൻഡ് ലക്ഷദ്വീപ് ഐലൻഡ് ഉണ്ട്. അറേബ്യൻ സീ ആണ് സീ വരുന്നത്, കടൽ വരുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും ഉണ്ട്. നമുക്ക് ഫിഷിങ്ങും അഗ്രികൾച്ചറും ട്രേഡും ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ പോയിന്റ് ആയിട്ട് ഒന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഇനി വാട്ട് വർ ദ ഫീച്ചേഴ്സ് ഓഫ് ലേറ്റർ വേദിക് പീരീഡ് ആണ്. വേദിക് പീരീഡ് നമ്മൾ ഇത്ര നേരം പറയാത്തൊരു ടോപ്പിക്കാണ്. ബട്ട് ബുദ്ധനെ കുറിച്ചും അശോകനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേദിക് പീരീഡ് 1500 BC ആൻഡ് 600 BC ഇടയിലാണ് വേദ കാലഘട്ടം. After the decline of Harappan civilization, Aryans entered the Sapta-Sindhu region. They spoke a language that belonged to Indo-European family of languages. Based on linguistic evidence, Aryans are believed to be the natives of Central Asia. The Vedic period is divided into 2: early Vedic period, later Vedic period. ഏർലി വേദിക് പീരീഡിലാണ് ഋഗ്വേദ കമ്പോസ് ചെയ്തത്. ലേറ്റർ വേദിക് പീരീഡിലാണ് യജുർവേദ, സാമവേദ ആൻഡ് അഥർവ വേദാസ് കമ്പോസ്ഡ്. ഇതാണ് പറയുന്നത്. ഇത് ഇങ്ങനെ എഴുതാതെ നിങ്ങൾക്ക് 2 ബോക്സ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം, ഈ തന്നിരിക്കുന്ന പോലെ. ഏർലി വേദിക് പീരീഡ് സപ്തസിന്ധു റീജിയൺ ആണ്. പാസ്റ്ററൽ എക്കണോമി ആണ്. കമ്പാരേറ്റീവ്ലി ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് ഫോർ വിമൺ, സ്ത്രീകൾക്ക് കുറച്ച് സ്റ്റാറ്റസ് കൂടുതൽ കൊടുത്തിരുന്ന കാലഘട്ടം. ഫോറസ്റ്റ് വാസ് ക്ലിയർഡ് ആൻഡ് ബേൺ ഫോർ കൾട്ടിവേഷൻ. സൊസൈറ്റി കൺസിസ്റ്റഡ് ഓഫ് മെനി ട്രൈബ്സ്. ലേറ്റർ വേദിക് പീരീഡിൽ വരുമ്പോൾ അത് ഗാൻജറ്റി, ഗംഗാ റീജിയൻ വരെ, ഗംഗാ സമതലം വരെ നീണ്ടു കിടക്കുന്ന ഒരു അതായത് ഏർലി വേദിക് പീരീഡ് എന്ന് പറയുന്നത് സിന്ധു നദിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ട്രിബ്യൂട്ടറീസിൻ്റെ ചുറ്റുമാണെങ്കിൽ ലേറ്റർ വേദിക് പീരീഡ് ഗംഗാ നദിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഡിക്ലൈൻ ആയിരുന്ന കാലഘട്ടമാണ്. അയൺ ഉപയോഗിച്ചിരുന്നു. വർണ്ണ സിസ്റ്റം സ്ട്രോങ്ങർ ആയിരുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിലും വർണ്ണ അടിസ്ഥാനത്തിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 29 വരുന്നത് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഇൻഡോ ഗാൻജറ്റിക് ആൻഡ് ബ്രഹ്മപുത്ര പ്ലെയിൻ. ഹൗ ദിസ് പ്ലെയിൻ ഇൻഫ്ലുവൻസ്ഡ് ദ അഗ്രികൾച്ചർ ആൻഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ചോദ്യം. നമുക്കവിടെ ഒരു ഗ്രാഫും തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, അത് വെച്ചിട്ട് നമ്മൾ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ എന്ന് പറയുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമാണ്. ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് കോംപ്ലക്സ് ജിയോമോർഫിക് പ്രോസസ് ഇൻവോൾവിംഗ് ദ ഡിപ്പോസിഷൻ ഓഫ് സെഡിമെന്റ്സ് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആണ്. അതിൽ വരുന്ന കീ ഫാക്ടേഴ്സ് ആണ് ജിയോമോർഫിക് ഏജൻറ്റ്സ് ആൻഡ് പ്രോസസ്സസ്. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, നിങ്ങളൊന്ന് വായിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ജിയോമോർഫിക് ഏജൻറ്റ്സ് ആൻഡ് പ്രോസസ്സ് വായിക്കുക. സെഡിമെന്റ് ഡിപ്പോസിഷൻ, ഏതൊക്കെ നദികളാണ് ഒഴുക്കിക്കൊണ്ട് വരുന്നത് നിങ്ങൾക്ക് അറിയാലോ. ഹിമാലയ എന്ന് പറയുമ്പോൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ തന്നെയാണ്. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. പിന്നെ ഫോർമേഷൻ ഓഫ് റിവേഴ്സ് ആൻഡ് പ്ലെയിൻസ്, ഇൻഡോ ഗാൻജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ, ഇതെല്ലാം നന്നായി വായിക്കുക. പിന്നെ സോയിലിനെ കുറിച്ച് പറയുന്നുണ്ട്. അലുവിയൽ സോയിലാണ് അവിടെ. ദെൻ വാട്ടർ സപ്ലൈ, പെരീനിയൽ റിവേഴ്സ്, മഴ പെയ്യുമ്പോൾ മാത്രം വെള്ളം നിറയുന്ന ഒരുപാട് നദികളുണ്ട് അവിടെ, അതുകൊണ്ട് തന്നെ വാട്ടർ സപ്ലൈ ഉണ്ടായിരുന്നു. ഫേവറബിൾ ക്ലൈമറ്റ് ആണ്, അതുകൊണ്ട് നല്ല കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് ഉണ്ട് അവിടെ. ഫ്ലാറ്റ് ആയിട്ടുള്ള ടോപ്പോഗ്രഫിയാണ്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ആ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിനെ അല്ലെ ബ്രഹ്മപുത്ര പ്ലെയിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതേപോലെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, എക്കണോമിക് സിഗ്നിഫിക്കൻസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഇത്രയും പോയിന്റുകൾ ഉൾപ്പെടുത്തി വേണം മാർക്ക് എത്രയാണ് അതിനനുസരിച്ച് വേണം നിങ്ങൾ എഴുതണമെങ്കിൽ. അപ്പോൾ നന്നായി വായിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഹിസ്റ്ററി, ജോഗ്രഫി എന്ന് പറയുമ്പോൾ എല്ലാം നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഓൾമോസ്റ്റ് നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നത് എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ബൈഹാർട്ട് ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. ഒരു തവണയെങ്കിലും നന്നായി റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായി എക്സാം എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.